ഡിഇഒ PK മണികണ്ഠനെതിരെ ആരോപണവുമായി അധ്യാപിക രംഗത്ത്. ഡിഇഒയെ കാണാൻ ചെന്ന അധ്യാപികയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് ഹൃദ്രോഗബാധിതയായ അധ്യാപിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപിക പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ നിയമനം അംഗീകരിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു ഉച്ചയോടുകൂടി ഡി ഓഫീസിലെത്തി DO സാറിനെ കാണാനായിട്ട് കയറി. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നോട് വളരെ മോശമായിട്ടാണ് DO സാറ് സംസാരിച്ചത്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ 2-3 തവണ സാറ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാറ് എനിക്ക് വയ്യാത്തതാണ്, ടെൻഷനൊന്നും അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ സാർ അതൊന്നും ചെവിക്കൊണ്ടില്ല. സാറ് വളരെ മോശമായിട്ട്, നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ, നിന്നെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം, നീ ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കും, നീ അങ്ങോട്ട് മാറിയിരിക്കും, നിൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കയിൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല കറങ്ങുകയും പുള്ളി എന്തിനാ എഴുന്നേറ്റെന്ന് പോലും എനിക്ക് സംശയമായിപ്പോയി. ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി. അതിനുശേഷം എന്നോട് നീ ഇവിടെ ഇരിക്കും, നിൻ്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് മേലാൽ ഇനി ഓഫീസിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലി ഒടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുകയും വളരെ മനുഷ്യത്വപരമില്ലാതെയാണ് എന്നോട് പെരുമാറിയത്. ചാടി എഴുന്നേറ്റ് വിരലും ചൂണ്ടി എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാ വന്നതെന്ന് പോലും എനിക്ക് പേടിയായിപ്പോയി. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോരാൻ, ഒരു ഗുഡ്സ് പോലത്തെ ഒരു റൂം ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോരാനും സാധിച്ചില്ല. പെട്ടെന്ന് എനിക്ക് തല കറങ്ങി ഞാൻ ബോധം കെട്ട് വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് ഓഫീസ് സ്റ്റാഫിനും ആരെയൊക്കെ വിളിച്ച് എന്നെ അവിടുന്ന് മാറ്റാൻ പറയുകയായിരുന്നു. ഈ അധ്യാപിക പറയുന്നതനുസരിച്ച് വളരെ മോശമായിട്ടാണ് ഈ കട്ടപ്പന DO പെരുമാറിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? തീർച്ചയായും പോലീസ് അന്വേഷണമുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയടക്കം അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണമാണ് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടത്. പക്ഷേ നമുക്ക് ഈ അധ്യാപികയുടെ മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ, അധ്യാപികയുടെ മാത്രമല്ല വിവിധ സംഘടനകളുടെ, അധ്യാപക സംഘടനകളുടെ അടക്കം മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ, ഈ DO PK മണികണ്ഠൻ പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം വളരെ മോശമായി ഇത്തരം അധ്യാപകരോടും മറ്റു ഉദ്യോഗസ്ഥരോടും ഒക്കെ പെരുമാറുന്ന ഒരാളാണ് എന്ന വിവരമാണ്. ഇയാൾക്കെതിരെ DDക്ക് മുന്നിൽ നിരവധി പരാതികൾ ഇതിനകം തന്നെയുണ്ട്. ഒരു സ്കൂള് തന്നെ ഇയാൾക്കെതിരെ പരാതി നൽകി കൊണ്ട് ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മോശം പെരുമാറ്റമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമാനമായ ഘടകം. പ്രത്യേകിച്ച് ഈ അധ്യാപികയോട് തട്ടിക്കയറുന്ന സമയത്ത് അവർ ചൂണ്ടിക്കാട്ടിയെന്നാണ് പറയുന്നത്. തനിക്ക് താനൊരു രോഗിയാണ് എന്നടക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും പക്ഷെ അതിനെതിരെ വളരെ ആക്രോശിച്ചുകൊണ്ട് അവരോട് പെരുമാറുന്ന രീതിയാണ്. സ്ത്രീ എന്ന പരിഗണന ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അവിടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം, ഈ DO PK മണികണ്ഠനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പാലക്കാട് ഒരു അധ്യാപകനായിരുന്നു. അതിനുശേഷം KAS എഴുതി പാസ്സായിക്കൊണ്ടാണ് ഇങ്ങനെയൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അദ്ദേഹം എത്തിയത്. അതിനുശേഷം പല അനുഭവങ്ങൾ ഈ ഇത്തരക്കാർക്ക് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് അതാണ് ശ്രീജിത്ത്. ഇതിനു മുൻപും പലർക്കെതിരെയും, പല ഉദ്യോഗസ്ഥർക്കെതിരെയും അധ്യാപകർക്കെതിരെയും ഈ DO മോശമായി പെരുമാറിയെന്ന പരാതികളൊക്കെ ഉണ്ട്. ഇതിനു മുൻപ് ഇത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് വിധേയനായിട്ടുള്ള വ്യക്തിയാണോ ഇദ്ദേഹം? അത്തരം വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. ഇതൊരു വാർത്തയാകുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇതാദ്യമായിരിക്കാം എന്ന് കരുതുകയാണ്. എന്തായാലും ഇത്തരം അങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഒരുപക്ഷെ ഭരിക്കുന്ന ഭരണാനുകൂല സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ആളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. കാരണം പലയിടത്തും അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നടപടിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ അധ്യാപിക CRHS ഇരട്ടയാർ, അത് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലെ ഒരു സ്കൂൾ കൂടിയാണ്. അവർ ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇടുക്കിയിലാണ് സംഭവം. ഈ അധ്യാപിക കോട്ടയം സ്വദേശിനിയാണ്. മാത്രമല്ല ഇവിടെയാണ് ഒരു ആശുപത്രിയിൽ അവർ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത്.
പെട്ടെന്നുണ്ടായ ഒരു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ തളർന്നു വീഴുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. DO ഓഫീസിലുള്ളവർക്ക് പോലും ഇയാൾക്കെതിരെ പരാതിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോശം പെരുമാറ്റം എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എന്തുകൊണ്ട് ഇക്കാര്യത്തിലെങ്കിലും ഇപ്പോൾ ഒരു പോലീസ് കേസ് ആകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് ഇവിടെ വന്ന മൊഴിയൊക്കെ അധ്യാപികയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സ്വാഭാവികമായുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന DO PK മണികണ്ഠനെതിരെയാണ് ആരോപണവുമായി അധ്യാപിക രംഗത്തെത്തിയത്. സ്പോട്ട് ലൈവിന്